കുളിസീൻ കാണുന്നത് ലീഗലാണോ? കുളിസീൻ കണ്ടതിനെക്കുറിച്ച് തമാശ രൂപേണ പറഞ്ഞ ഒരു യുവാവും അതിനെക്കുറിച്ച് കൗതുകത്തോടെ കൂടുതൽ വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയ ഒരു യുവതിയുമാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം. സമൂഹത്തിന് ഒരു തരത്തിലുമുള്ള ഉപയോഗവുമില്ലാത്ത ആ ഇൻ്റർവ്യൂ വിറ്റ് കാശാക്കാൻ നോക്കിയ മുതലാളിയെയും മറ്റു പിന്നിൽ പ്രവർത്തിച്ചവരെയും ഒക്കെ പറയേണ്ടതുണ്ട്. കാരണം ആ ഇൻ്റർവ്യൂ ഒരു ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നില്ല, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പ്രചരിപ്പിച്ചത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഒരു അബദ്ധമായി കാണാനൊന്നും സാധിക്കില്ല. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരു അവസാനവും കാണില്ല. ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞ വിഷയങ്ങൾ റീച്ചിനു വേണ്ടി വലിച്ചു നീട്ടി വലിയ കാര്യങ്ങൾ പോലെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ പലതവണയായി കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ആ യുവാവിന് ഒരുപാട് ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്ത് ശീലമില്ലാത്തതിൻ്റെ ഒരു പരിചയക്കുറവാവാം. അല്ലെങ്കിൽ താൻ പറയുന്നത് എത്ര സീരിയസ് ആയ ഒരു കാര്യമാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാതെ സംസാരിക്കുന്നതുമാവാം. എന്നിരുന്നാലും പറഞ്ഞത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ആ ഇൻ്റർവ്യൂ കൈകാര്യം ചെയ്ത യുവതിയുടെ പ്രതികരണങ്ങളും. താനൊരു സ്ത്രീയായിരുന്നിട്ട് കൂടി ഇത്തരമൊരു ഒളിഞ്ഞുനോട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിരിച്ച് കൈകാര്യം ചെയ്ത ആ രീതിയും സമൂഹത്തിന് തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇന്നത്തെ വലിയൊരു ശതമാനം ഇൻ്റർവ്യൂസും ഇതുപോലെ ആർക്കും ഉപയോഗമില്ലാത്ത ചർച്ചകളെ മഹത്വവൽക്കരിക്കുന്നതും കുറ്റകൃത്യങ്ങൾ നോർമലൈസ് ചെയ്യുന്നതുമൊക്കെ തന്നെയാണ്. അതിന് കാരണവുമുണ്ട്. കഴിവുള്ള ഒരുത്തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഇൻ്റർവ്യൂ കാണുന്നതിനേക്കാൾ ആൾക്കാർ ഇതുപോലെയുള്ള വിഷയങ്ങൾ കുത്തിയിരുന്ന് കാണുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരെ ഇന്ന് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പോലെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതൊക്കെ ആ വഴിക്ക് നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. തമാശ രൂപത്തിൽ ചിരിച്ചു കളഞ്ഞ ആ വിഷയം നിയമപ്രകാരം എത്ര വലിയ കുറ്റമാണെന്നും അതിന് ലഭിച്ചേക്കാവുന്ന ശിക്ഷകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 77 വോയറിസം എന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് മുമ്പ് IPC സെക്ഷൻ 354C ഉൾപ്പെട്ടിരുന്ന കുറ്റമാണ്. എന്താണ് വോയറിസം അഥവാ ഒളിഞ്ഞുനോട്ടം? ഒരു സ്ത്രീയുടെ സ്വകാര്യ പ്രവൃത്തികൾ അവർക്ക് സ്വകാര്യത പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നിരീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് വോയറിസം. സ്വകാര്യ പ്രവൃത്തികൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ നിയമപ്രകാരം സ്വകാര്യ പ്രവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരാൾക്ക് സ്വകാര്യത പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന നിരീക്ഷണം ഇരയുടെ സ്വകാര്യ ഭാഗങ്ങളായ ജനനേന്ദ്രിയം, പിൻഭാഗം, മാറിടം എന്നിവ തുറന്നു കാട്ടപ്പെടുകയോ അടിവസ്ത്രം മാത്രം ധരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ, ഇര ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സാഹചര്യം, പൊതുസ്ഥലത്ത് സാധാരണയായി ചെയ്യാത്ത ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്നിവയാണ്. ഇനി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-ാം തവണ കുറ്റം ചെയ്യുന്നവർക്ക് 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയും ലഭിച്ചേക്കാം. 2-ാം തവണയോ അതിനുശേഷമോ കുറ്റം ചെയ്യുന്നവർക്ക് 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയും ലഭിച്ചേക്കാം. സ്ത്രീകളുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കുളിസീൻ എന്നൊക്കെ പറയുന്നത് ചിരിച്ചു കളയേണ്ട ഒരു വിഷയമല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഒരു ഇൻ്റർവ്യൂ എന്നത് ആൾക്കാരുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്. അതിന് സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രാധാന്യവും ഉണ്ടായിരിക്കണം. ഒരു പൊതുവേദിയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾക്കും അറിവുകൾക്കും അതിൻ്റേതായ നിലവാരമുണ്ടായിരിക്കണം. പ്രധാനമായും സമൂഹത്തിന് ചെറിയ തോതിലെങ്കിലും ഉപയോഗമുണ്ടാവണം എന്നൊരു ലക്ഷ്യമെങ്കിലും വേണം. അല്ലാത്ത പക്ഷം സമൂഹത്തിൽ ഒറ്റപ്പെടും, ചിലപ്പോൾ അകത്തു കിടന്നെന്നും വരും.